അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ മത്തിക്കറിയാണേ. അപ്പം നമ്മളിതിൽ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ ഉലുവ, ഉള്ളി എല്ലാം അതിലിട്ട് നല്ലപോലെ തന്നെ അമ്മ വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അതിനെ നമ്മൾ അരയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഉള്ളിയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി വഴഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ഇതിൽ ചേർക്കുന്നത്. അരപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രഷ് മത്തിക്കുട്ടന്മാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിനെ നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ്. മത്തിക്കുട്ടന്മാർ അതിലേക്ക് ഇട്ടു. ഇനി മത്തിക്കുട്ടന്മാർ അതിൽ കിടന്ന് ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ മത്തിക്കറി റെഡി. അപ്പം നല്ലപോലെ നമ്മുടെ കറിയൊക്കെ തെളിച്ച് നമ്മുടെ മത്തിക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു.